പ്രതിജ്ഞ. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികൾ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന നടപടികളെല്ലാം ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെ എണ്ണം 3 പേരായിരുന്നു. ഈ 3.5 വർഷത്തിനുള്ളിൽ നമുക്കറിയാം, ഈ 3.5 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 വർഷം നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ പരിപാടികളൊന്നും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇന്ന് ഹരിതകർമ്മസേനാ അംഗങ്ങൾ 66 ഹരിതകർമ്മസേനാംഗങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ആഴ്ച തന്നെ ഏകദേശം ഒരു 20 ആളെ കൂടെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയും ഹരിതകർമ്മസേനാംഗങ്ങൾ നമ്മുടെ ഈ പറയുന്ന വീടുകളിലൂടെ എല്ലാം ചെന്ന് നമ്മുടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിലുപരി 30ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിൽ ആളുകളെ കാണാം, വണ്ടി കാണാം. ഏത് രാത്രി ആയാലും വണ്ടിൻ്റെ നമ്പർ നമുക്ക് കാണാൻ പറ്റും. മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ വിവരം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 5000 മുതൽ 25,000 രൂപ വരെ ഫൈൻ ഇടാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇത്തരം മാലിന്യം നിക്ഷേപിക്കുന്നത്, കളയണത് ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മോണിറ്റർ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ട്, ഒരു മോണിറ്റർ നമ്മുടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഏത് സമയത്ത് നോക്കിയാലും ആരാണ് എവിടെയാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 50 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അടുത്ത പദ്ധതി പാസ്സായിട്ടുണ്ട്. 30 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മളിത് വ്യാപിപ്പിക്കാൻ പോവുക. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പല കുട്ടികളും വഴിതെറ്റിപ്പോണ പല സ്ഥലങ്ങളും നമ്മുടെ സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ ചെറിയ മക്കൾ അച്ഛൻ്റെയും അമ്മൻ്റെയും ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുന്നുണ്ട്, ഹെൽമെറ്റ് ഇടാതെ, പ്രായപൂർത്തിയാകാതെ, ലൈസൻസ് എടുക്കാതെ. അപ്പോൾ ഇനി മുതൽ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ, മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് സ്കൂളുകളുടെ ഭാഗങ്ങളിലാണ് ഈ പറയുന്ന നമ്മുടെ CCTV വെക്കാൻ പോകുന്നത്. അപ്പം നിലമ്പൂരിനെ മൊത്തത്തിൽ നമ്മുടെ നിലമ്പൂര് ഒരു ക്യാമറ കണ്ണിലേക്ക് ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൂട്ടുകാരുടെയും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ഒക്കെ പിന്തുണ കൊണ്ടാണ് അങ്ങനെ നമുക്ക് നിലമ്പൂരിനെ ഏറ്റവും ഭംഗിയുള്ളൊരു നിലമ്പൂരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലുള്ള നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു പരിപാടിക്കും നമ്മുടെ കൂടെ ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഹജ്ജ് വകുപ്പ്, സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനോട് അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിലമ്പൂർ നഗരസഭ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ മുന്നോട്ട് വെച്ചൊരു നഗരസഭയോടുകൂടിയാണ്. ഇന്ന് സമൂഹത്തിൽ നിന്നും, പരിഷ്കൃത സമൂഹത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ചെയ്തി ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നഗരസഭയ്ക്ക് ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കേണ്ടി വന്നിട്ടുള്ളത്.
അത് ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ മലബാർ നഗരസഭാ ചെയർമാൻ ശ്രീ സലീം മാട്ടുമൽ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഇവിടെ സംസാരിച്ചു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ സലീം മാട്ടുമൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ചടങ്ങിൽ പങ്കെടുക്കുന്ന വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, പ്രിയ സുഹൃത്തുക്കളെ, പദ്ധതി ശക്തമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിൽ പങ്കുചേരുന്നു എന്നുള്ള ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് കാരണം നമ്മുടെ കുട്ടികളിൽ നിന്നാണ് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആരംഭിക്കേണ്ടത്. എന്ന് പൊതുസമൂഹം പതുക്കെ പതുക്കെ അത് ഏറ്റെടുത്ത് വരികയാണ്. ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നൊരു കാഴ്ച, പൊതുനിരത്തുകളിൽ മാലിന്യത്തിൻ്റെ തോത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുസമൂഹം നല്ല രീതിയിൽ അത് അംഗീകരിക്കുന്നു. ആ രീതിയിലേക്ക് മാറാൻ അവർ തയ്യാറെടുക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടുകളിൽ തന്നെയാണെങ്കിലും അവിടെ പ്ലാസ്റ്റിക് കഴിയുന്നതും പ്ലാസ്റ്റിക് ഇല്ലാതിരിക്കാൻ, ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ പൊതുവായി വലിച്ചെറിയുന്നതിൽ നമ്മൾ നല്ല ശ്രദ്ധ ഇപ്പോൾ ചെലുത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മാലിന്യങ്ങൾ തള്ളുന്നത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തങ്ങളുടെ അവകാശമാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ പലരും ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന ആളുകളാണ്, വാടക വീടുകളിലൊക്കെ തന്നെ താമസിക്കുന്ന, ചെറിയ ഇടങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ മാലിന്യം സ്കൂട്ടറിലും ഒക്കെ പോകുമ്പോൾ തള്ളുന്നത്. ജനങ്ങൾക്കിടയിൽ അവരുടെ ബോധവൽക്കരണം നല്ല രീതിയിൽ നടത്താനും നഗരസഭ കഴിയുന്നു. ഇന്നത്തെ ഈ പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ട് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചെയർമാൻ ശ്രീ സലീം അടക്കമുള്ള ഇതിന് ബന്ധപ്പെട്ട കൗൺസിൽ അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ അടുത്ത ഇനം കണക്കാക്കണമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ വന്നതിനാണ് നമ്മളിവിടെ